അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന iOS 26.2.1 അപ്ഡേറ്റ് ആപ്പിൾ മിനിങ്ങാന്നാണ് റിലീസ് ചെയ്തത്. എനിവേ അടുത്ത് വരാൻ പോകുന്ന ഹ്യൂജ് ചേഞ്ചസിന് മുന്നോടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിനെ കരുതാം. ആൻഡ് ആസ് യൂഷ്വൽ ഇതൊരു ഡബിൾ പോയിന്റ് അപ്ഡേറ്റ് ആണ്. സോ ഈ ഡബിൾ പോയിന്റ് അപ്ഡേറ്റ്സ് യൂഷ്വലി വലിയ ഹ്യൂജ് ചേഞ്ചസോ അല്ലെങ്കിൽ ഫീച്ചേഴ്സോ ഒന്നും പാക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുവരുന്ന തരത്തിലുള്ള അപ്ഡേറ്റ് അല്ല. ആദ്യം തന്നെ ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന സൈസ് 838 MB ആണ് iPhone 17 Proയിൽ. ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ഡിവൈസിൻ്റെ മോഡൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന 16, 15, 14, 13 ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് ഈ ഒരു അപ്ഡേറ്റ് സൈസിൽ വേരിയേഷൻസ് ഉണ്ടായേക്കാം. ആൻഡ് ഈ ഒരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുന്നതിന് മുന്നേ ആപ്പിൾ ഇതിലൊരു മോഡം ഫേംവെയർ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ സെറ്റിംഗ്സിൽ പോവുക, ജനറൽസ് ഓപ്ഷനിൽ എബൌട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മോഡം ഫേംവെയർ ചേഞ്ച് വന്നിട്ടുണ്ട്. 1.20.07 എന്നുള്ളതാണ് iPhone 17 Proയിൽ ലഭിച്ചിരിക്കുന്ന മോഡം ഫേംവെയർ. സോ മോഡം ഫേംവെയർ അപ്ഡേറ്റ് ലഭിച്ചതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ടുണ്ട്. 2 ഇതിൻ്റെ വേർഷൻ നമ്പറാണ് 23C71 എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് എന്താണ് ആപ്പിൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതൊരു ചെറിയ അപ്ഡേറ്റ് ആണ്. ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ എയർ ടാഗ്. ആപ്പിൾ 26 ജനുവരി 26 ഈ ഒരു അപ്ഡേറ്റ് റിലീസ് ചെയ്ത അതേ ദിവസം തന്നെ ആപ്പിൾ സെക്കൻഡ് ജനറേഷൻ എയർ ടാഗ് നൈസായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിലവിലുണ്ടായിരുന്ന ഫസ്റ്റ് ജനറേഷൻ എയർ ടാഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസൈനിലോ അതിൻ്റെ സൈസിലോ ഒന്നും യാതൊരു വ്യത്യാസമില്ല. സെയിം സൈസ്, സെയിം ഡിസൈൻ, കാര്യങ്ങളെല്ലാം തന്നെയാണ് ആപ്പിലൂടെയും ഫോളോ ചെയ്തേക്കുന്നത്. എക്സെപ്റ്റ് അതിൻ്റെ ബാക്ക് പ്ലേറ്റിൽ പ്രിൻറ്റ് ചെയ്തേക്കുന്ന ലെറ്റേഴ്സ് അത് ഫുൾ ക്യാപിറ്റലാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതാണ് വിഷ്വലി ഉള്ള ഡിഫറൻസ്. എന്നാൽ ഇൻറ്റേർണലിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആപ്പിൾ സെക്കൻഡ് ജനറേഷൻ അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നിലവിൽ iPhone 16e അതോടൊപ്പം 17 സീരീസിലെ എല്ലാ ഡിവൈസുകളും iPad M5ലും കൊണ്ടുവന്നിരിക്കുന്ന സെക്കൻഡ് ജനറേഷൻ അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ് അത് ഈ ഒരു എയർ ടാഗ് സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ജനറേഷൻ എയർ ടാഗിൻ്റെ പ്രോക്സിമിറ്റി ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ ബിഗ്ഗറാണ് അല്ലെങ്കിൽ ലാർജറാണ്. വളരെ ഈസിലി അല്ലെങ്കിൽ വളരെ എളുപ്പം നമുക്ക് എയർ ടാഗ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു അപ്ഡേറ്റിനോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൾ വാച്ചിലും അപ്ഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെടുത്ത് പറയേണ്ട കാര്യം പ്രിസിഷൻ ഫൈൻഡിങ് ആണ്. ഇതുവരെ നമുക്ക് എയർ ടാഗുകൾ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഉള്ളായിരുന്നു. ഐഫോണിൽ നമുക്ക് ഫൈൻഡ് മൈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിലൂടെ ഐറ്റംസ് ടാബിലൂടെ നമുക്ക് നമ്മളുടെ എയർ ടാഗ് ഫൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഈ ഒരു അപ്ഡേറ്റോടെ ഐഫോണിൽ മാത്രമല്ല നമുക്ക് ആപ്പിൾ വാച്ചിലും അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ എയർ ടാഗുകൾ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ആപ്പിൾ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എയർ ടാഗുകൾ ഇനി മുതൽ ഈ ഒരു സെക്കൻഡ് ജനറേഷൻ എയർ ടാഗ് മുതൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിന് മറ്റൊരു ഐഫോണിൻ്റെ ഐപാഡിൻ്റെ ഒന്നും ആവശ്യമില്ല. പുതിയ എയർ ടാഗിനോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ബഗ് ഫിക്സസ്. സോ എന്തൊക്കെ ബഗ്ഗുകളാണ് ആപ്പിൾ ഫിക്സ് ചെയ്തേക്കുന്നത് എന്നുള്ളത് എവിടെയും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടില്ല. ആൻഡ് സെക്യൂരിറ്റി പാച്ചസിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. സോ പുതിയ അപ്ഡേറ്റിന് ശേഷമുള്ള ബഗ് ഫിക്സുകളിലേക്കും ബഗ്ഗുകളിലേക്കും പോകുന്നതിന് മുന്നേ ആപ്പിൾ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഇന്നാണ് ആപ്പിൾ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ആ ഒരു പാക്കേജ് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നത്. സോ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ കുറേയധികം പ്രോ ആപ്ലിക്കേഷൻസിൻ്റെ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആണ്. സോ ഇതുവരെ നമ്മൾ iCloud അല്ലെങ്കിൽ ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇന്ന് മുതൽ ആപ്പിളിൻ്റെ ഈ പ്രോ ആപ്ലിക്കേഷൻ ഒരു ബണ്ടിലായിട്ട് അല്ലെങ്കിൽ ഒരു പാക്കേജായിട്ട് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്ന പേരിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ബഗ് ഫിക്സുകൾ, അതോടൊപ്പം ബഗ്ഗുകൾ, അതോടൊപ്പം പ്രീവിയസ് അപ്ഡേറ്റിന് ശേഷം ഇപ്പോഴും യൂസേഴ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ബഗ്ഗുകളോ പ്രോബ്ലംസോ ബാറ്ററി പെർഫോമൻസ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് ഇനി ഞാൻ പറയുന്നത്. ഇനി ബഗ് ഫിക്സുകളെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് ആപ്പിൾ എവിടെയും ഒന്നും തന്നെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ട് ബഗ്ഗുകളൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ആകെ എനിക്ക് തോന്നിയൊരു കാര്യം, അതൊരു ചെറിയൊരു ബഗ് എന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം ഞാൻ പറയാറുണ്ട് എല്ലാ അപ്ഡേറ്റിന് ശേഷം നമുക്ക് കാലിബ്രേഷൻ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഇൻഡെക്സിങ് എന്ന് പറയുന്ന സംഭവം നടക്കും. ആ ഒരു ടൈമിൽ നമ്മൾ സെർച്ച് ചെയ്താൽ പോലും നമുക്ക് ചില കാര്യങ്ങളൊന്നും, ഇപ്പം സഫാരി ഞാൻ കുറച്ച് മണിക്കൂർ മുന്നേ സെർച്ച് ചെയ്തപ്പം ഈ സഫാരി കിട്ടുന്നില്ലായിരുന്നു. എന്നാൽ ആ ഇൻഡെക്സിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇപ്പം സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുന്ന് തന്നെ ലഭിക്കും. സോ ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഡെക്സിങ് ഒക്കെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. സോ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ സെക്യൂരിറ്റീനെ പറ്റി പറയുമ്പോൾ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആപ്പിൾ യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റി പാച്ചസും, അതായത് CVE എൻട്രീസ് ഒന്നും തന്നെ പബ്ലിഷ് ചെയ്തിട്ടില്ല. സോ ദർ ഈസ് നോ സെക്യൂരിറ്റി പാച്ചസ്. ബാറ്ററി ഡ്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പെർഫോമൻസിനെയോ ബാറ്ററിനെയോ യാതൊരു രീതിയിൽ ബാധിക്കുന്ന ഒരു അപ്ഡേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ബാറ്ററി ഹെൽത്തിലേക്ക് പോകുമ്പം ഇപ്പോഴും സ്റ്റിൽ 100% ബാറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 103 ആണ്. ഇവിടെ സൈക്കിൾ കൗണ്ടും ബാറ്ററി കപ്പാസിറ്റി അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്തും തമ്മിൽ പ്രൊപ്പോർഷണലി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ
ചെറിയ രീതിയിൽ ബന്ധമുണ്ട്. അതായത് സൈക്കിൾ കൗണ്ട് കൂടുന്നതനുസരിച്ച് ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആവും. എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ അനാവശ്യമായിട്ട് മൾട്ടിപ്പിൾ ടൈം ചാർജ് ചെയ്യുമ്പോഴും, രണ്ട് നമ്മൾ വളരെ ചാർജ്, അതായത് മാക്സിമം ഇപ്പോൾ ഉള്ളത് 65% ആണ്, നമ്മളിങ്ങനെ ചാർജ് യൂസ് ചെയ്ത് ഒരു 20 അല്ലെങ്കിൽ 10% ഒക്കെ ആക്കി അവിടെ ചെന്നതിന് ശേഷം വീണ്ടും നമ്മൾ ചാർജ് ചെയ്യുവാണെങ്കിലും ഈ സൈക്കിൾ കൗണ്ട് ഗണ്യമായിട്ട് വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എപ്പോഴും സൈക്കിൾ കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഓൾറെഡി ഇതുപോലുള്ള വീഡിയോസിൽ സൈക്കിൾ കൗണ്ടിനെയും ബാറ്ററി ഹെൽത്തിനെ പറ്റിയൊക്കെ പറയുന്ന ഈ വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ സൈക്കിൾ കൗണ്ടിനെ നിങ്ങൾക്ക് എപ്പോഴും ഒതുക്കി നിർത്തണം, അതോടൊപ്പം ബാറ്ററിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബാറ്ററിയുടെ ചാർജ് 10, 20, 5% ഡ്രോപ്പ് ചെയ്യുന്നവരെ നിങ്ങൾ കാത്തു നിൽക്കരുത്. നിങ്ങളൊരു പെർസെൻറ്റേജ് ലിമിറ്റ് വെക്കുക. ഒരു 30 അല്ലെങ്കിൽ 35% എത്തുമ്പോൾ നിങ്ങൾ ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 90% എത്തുമ്പോൾ അത് ഡിസ്കണക്ട് ചെയ്യുക. അതിന് നമുക്ക് പുതിയ ഡിവൈസുകളൊക്കെ ആണെങ്കിൽ 15 Pro മുതലുള്ള സീരീസ് ആണെങ്കിൽ നമുക്കറിയാം ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി 15 Proയ്ക്ക് താഴേക്കുള്ള ഡിവൈസുകളാണെങ്കിൽ ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിങ് വെക്കുവാണെങ്കിലും നമ്മുടെ ഡിവൈസിൻ്റെ മെഷീൻ ലേണിംഗ് നമ്മളുടെ ആ ഒരു ചാർജിങ് പാറ്റേണിനെ അത് 1-2 ദിവസം കൊണ്ടല്ല പഠിക്കുന്നത്, ഒരു 10-15 ദിവസമെങ്കിലും എടുത്ത് കഴിയുമ്പം നമ്മളെ ഡിവൈസ് നമ്മളെ ചാർജിങ് പാറ്റേണെ പഠിക്കും. അതിന് ശേഷമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയത്തുള്ളൂ. സോ ഈ ഒരു പാറ്റേൺ 25 to 90 അല്ലെങ്കിൽ 85 എന്നുള്ളൊരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ബാറ്ററി സൈക്കിൾ കൗണ്ടിനെ ട്രാക്ക് ചെയ്യാനും വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾക്ക് സഹായിക്കും. 4, ക്യാമറ. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ക്യാമറയുടെ ഇമേജ് ക്വാളിറ്റി കുറഞ്ഞു അല്ലെങ്കിൽ ക്യാമറ ക്വാളിറ്റി കുറഞ്ഞു എന്ന് പലരും കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതോട് ക്യാമറയുടെ ക്വാളിറ്റി ഒന്നും കുറയത്തില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ കുറയാനുള്ള ചാൻസ് അല്ലെങ്കിൽ ഇമേജ് പ്രോസസ്സിങ്ങിന് എന്തെങ്കിലും തരത്തിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ബഗ്ഗുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡെക്സിങ്ങിൻ്റെ ഇഷ്യൂസ് കൊണ്ട് ഇമേജ് പ്രോസസ്സിങ്ങിനെ ഇത് ബാധിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഇമേജിൻ്റെ ക്വാളിറ്റിയിലൊരു വ്യത്യാസം നിങ്ങൾ പൊതുവേ കണ്ടേക്കാം. സോ ഇമേജ് പ്രോസസ്സിങ് നമുക്കറിയാം എല്ലാ ഫോണുകളും കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എല്ലാ ഫോണുകളിലും സ്റ്റാൻഡേർഡാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഐഫോണിനുണ്ട്. കാരണം ഇരുട്ടുള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ ഫോട്ടോ എടുത്താൽ പോലും അത് പ്രോപ്പറായിട്ട് ആ ഒരു പ്രോസസ്സിങ്ങിലൂടെ കളറും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ചെയ്ത് നമ്മുടെ സ്കിൻ ടോണും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ് ഈ കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ഫോട്ടോ കാണുമ്പം ലൈവായിട്ട് കാണുമ്പം ഉള്ളതുപോലെയല്ല പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ. സോ പ്രോസസ്സിങ്ങിന് ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് ഉണ്ടായേക്കുന്ന ബഗ് ആയേക്കാം, ഗ്ലിച്ച് ആയേക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ ഗ്ലിച്ചുകൾ അല്ലെങ്കിൽ ഈ പ്രോസസ്സിങ്ങിൻ്റെ ഇഷ്യൂസ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പിന്നെ AOD, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ഇതാണ് AOD. സോ ഈ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് ബാറ്ററി ഡ്രെയിൻ ആകുമോ എന്ന് സ്റ്റിൽ പല ആളുകൾക്കും സംശയമുണ്ട്. ഒരിക്കലും AOD എനേബിൾ ചെയ്തുകൊണ്ട് ഡിവൈസിൻ്റെ ബാറ്ററി അങ്ങ് പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകത്തില്ല. കാരണം ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസിലും ഞാൻ ഇതുപോലെ AOD യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒന്നുമില്ല. കാരണം ഒന്നാമത്തെ കാര്യം റീഫ്രഷ് റേറ്റ് ആണ്. പ്രത്യേകിച്ച് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മോഡിലേക്ക് ഈ ഒരു മോഡിലേക്ക് ഐഫോൺ വന്നു കഴിയുമ്പം ഇതിൻ്റെ റീഫ്രഷ് റേറ്റ്, അതായത് ഡിസ്പ്ലേ റീഫ്രഷ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 1 Hz ആണ്. അതുകൊണ്ട് തന്നെ വളരെ മിനിമൽ ബാറ്ററി മാത്രമേ കൺസ്യൂം ചെയ്യത്തുള്ളൂ. പൊതുവേ നമുക്കറിയാം ഇതിലങ്ങ് തൊട്ട് കഴിഞ്ഞാൽ ഇത് 60 അല്ലെങ്കിൽ 90 അല്ലെങ്കിൽ 120 Hz ആ ഒരു പ്രൊമോഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി 120 Hz ഡിവൈസ് ഓരോ സെക്കൻഡിലും റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലോക്ക് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ ഇത് 120 എന്ന് പറയുന്നതിന് 1 Hz താഴും. അതുകൊണ്ട് തന്നെ ബാറ്ററി വലുതായിട്ട് കൺസ്യൂം ചെയ്തില്ല. 2, ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന വാൾപേപ്പർ ഇല്ലാതെയാണ്. സോ വാൾപേപ്പർ ഇല്ലാതെ ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടെ ബാറ്ററി കൂടുതൽ കൺസ്യൂം ചെയ്യാൻ സാധിക്കും. സോ അതിനുവേണ്ടി നിങ്ങൾ ബ്രൈറ്റ്നസ് ഡിസ്പ്ലേ ഓപ്ഷനിൽ പോയിട്ട് ഏറ്റവും താഴെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മോഡിൽ പോയിട്ട് ഷോ വാൾപേപ്പർ, ബ്ലർ വാൾപേപ്പർ ഫോട്ടോ എന്ന് പറഞ്ഞ ഈ 2 ഓപ്ഷനും ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ രീതിയിൽ വളരെ നീറ്റായിട്ടുള്ള ഒരു AOD സ്ക്രീൻ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ വളരെ എഫിഷ്യൻ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഡിവൈസ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതൊക്കെയാണ് ബഗ് ഫിക്സുകളും. പ്രത്യേകിച്ച് കാര്യമായിട്ട് ഈ ഒരു 26.2.1 അപ്ഡേറ്റിനെ പറ്റി പറയാനില്ല. കാരണം ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റുകൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള മേജർ അപ്ഡേറ്റുകളാണ്. 26.3, 26.4. കാരണം ഗൂഗിളിൻ്റെ ഇൻ്റഗ്രേഷൻ, ഗൂഗിൾ ജെമിനിയുടെ ഇൻ്റഗ്രേഷൻ ആപ്പിൾ ഇൻ്റലിജൻസിലേക്ക് വരുവാണ്. അതുകൊണ്ട് നമുക്ക് നിരവധി ആപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI പരമായിട്ടുള്ള നിരവധി ഫീച്ചേഴ്സ് കഴിഞ്ഞ 2 വർഷം മുന്നേ ആപ്പിൾ കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെ താമസിക്കാതെ നമുക്ക് ഇനി വരുന്ന അടുത്ത് വരുന്ന അപ്ഡേറ്റുകളിലൂടെ ലഭിക്കാൻ പോവുകയാണ്. ഇനി ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണമെന്ന്. കാരണം ഇത് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസോ കാര്യങ്ങളൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് വലിയ പ്രത്യേകതയൊന്നുമില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ പ്രീവിയസ് അപ്ഡേറ്റിന് ശേഷം 26.2 അപ്ഡേറ്റിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ല ഓപ്ഷനാണ്.
അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ. സോ അങ്ങനെയുള്ളവർക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാം, അല്ലാത്തവർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്കിപ്പം കുഴപ്പമില്ലാതെയാണ് പോകുന്നതെങ്കിൽ അതങ്ങനെ തന്നെ പൊക്കോട്ടെ. സോ ഇതൊക്കെയാണ് 26.2.1 അപ്ഡേറ്റിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് ഇന്ന് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys on next one. Until then, peace.